സൗഹൃദങ്ങൾക്ക് വേണ്ടിയാണ് പലരും മദ്യവും ലഹരിയും ഉപയോഗിക്കുന്നത്. എന്നാൽ ആ ലഹരി തന്നെ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും വിള്ളലുണ്ടാക്കുന്നത് പലരും തിരിച്ചറിയാറില്ല. പാലക്കാട് മുണ്ടൂരിൽ അയൽവാസിയെ സഹോദരങ്ങൾ ചേർന്ന് കൊലപ്പെടുത്തിയത് മദ്യപാനത്തിനിടെയാണ്. കുമ്മൻകോട് സ്വദേശി മണികണ്ഠനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യം നൽകിയ ശേഷം അയൽവാസികളായ സഹോദരങ്ങൾ ആക്രമിക്കുകയായിരുന്നു. മണികണ്ഠനെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസികളായ വിനോദും സഹോദരൻ വിനേഷും പോലീസിന്റെ പിടിയിലായി. ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മുണ്ടൂർ കുമ്മൻകോട് നൊച്ചിപ്പുള്ളിയിലെ വീട്ടിൽ മണികണ്ഠൻ ഒറ്റയ്ക്കായിരുന്നു താമസം. അയൽവാസിയായ വിനോദും സഹോദരൻ വിനേഷും ഇടയ്ക്ക് മദ്യപിക്കാനായി മണികണ്ഠനെ വീട്ടിലേക്ക് വിളിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ബുധനാഴ്ച രാത്രിയിലും ഇതുപോലെ മദ്യപിക്കുന്നതിനിടയിലായിരുന്നു തർക്കവും കൊലപാതകവും. രാവിലെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. നാട്ടുകാരാണ് സ്വന്തം വീടിന് മുന്നിൽ മണികണ്ഠനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയിൽ നിന്നും രക്തം വാർന്നൊഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. ലഹരിക്കടിമയായ വിനോദും മണികണ്ഠനും തമ്മിൽ മദ്യപാനത്തിനിടെ തർക്കമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. തുടർന്ന് വിനോദും സഹോദരൻ വിനേഷും ചേർന്ന് ഇഷ്ടികയും മോടും ഉപയോഗിച്ച് മണികണ്ഠനെ ആക്രമിച്ചു. ഇഷ്ടിക കൊണ്ടുള്ള ഏറുകൊണ്ട് തലയുടെ പിൻഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. നാട്ടുകാർ ചേർന്നാണ് വിനോദിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിൽ വിനേഷും പിടിയിലായി. കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്നും കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. പ്രതികളുടെ അമ്മയെയും പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ന്യൂസ് 18 പാലക്കാട്.